ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കും. ഇനി സെക്കൻഡ് പാർട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് അറിയാമല്ലോ, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇവിടെ ഒരു കുട്ടിയുടെ സംശയമാണ് കേട്ടോ. അച്ഛാ, ഇതെന്തിനാ പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്? ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ പലഹാരത്തിൻ്റെ ഈ പ്രത്യേകതയാണ് മോനെ പിന്നീട് അതിൻ്റെ പേരായി മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു സംശയമാണ് കുട്ടി ചോദിച്ചത്. അപ്പോൾ കുട്ടി എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണുള്ളത് എന്ന് ഈ പലഹാരം പരിശോധിച്ച് ഇതിൽ എന്തെല്ലാം വസ്തുക്കളാണുള്ളതെന്ന് കണ്ടെത്തൂ. അവ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ലിസ്റ്റ് ചെയ്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടി കഴിക്കുന്നത് എന്താണ്? മിക്സ്ചറാണ് കഴിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? അതിൽ നിലക്കടലയുണ്ട്, അതുപോലെ കടല പൊരിക്കടലയുണ്ട്, പിന്നെ അതിന് ഫ്ലേവറൊക്കെ നൽകാനായിട്ട് ചില്ലീസൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ കണ്ടത്. വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആഹാരമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെ പറ്റി നിങ്ങൾക്കറിയാം. അതുപോലെ കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെയായി പല വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തു ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളാണല്ലോ ഇവ. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മെറ്റലാണല്ലേ, മെറ്റൽ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ കോൺക്രീറ്റ്, എല്ലാം കൂടി ചേർത്തിട്ട് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നതാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ കമ്പോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം വസ്തുക്കൾ ചേർത്താണ് നാം കോൺക്രീറ്റ് തയ്യാറാക്കുന്നത്? അപ്പോൾ കോൺക്രീറ്റ് തയ്യാറാക്കാൻ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മെറ്റൽ, സിമൻറ്റ്, വെള്ളം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചേർത്തിട്ടാണ്. അതുപോലെ ഒന്നുകിൽ പാറപ്പൊടി അല്ലെങ്കിൽ മണൽ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റിനായിട്ട് മെറ്റൽ തയ്യാറാക്കുന്നത് അല്ലേ. ഇനി കമ്പോസ്റ്റ് വളം നിർമ്മിക്കാൻ വീട്ടിലെ എന്തെല്ലാം ജൈവ മാലിന്യങ്ങൾ ഉപയോഗിക്കാം? അപ്പോൾ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അതുപോലെ മത്സ്യം, മാംസ്യം, അങ്ങനെ ഇലകൾ, ഇതെല്ലാം കൂടി ചേർന്ന ജൈവ വസ്തുക്കൾ ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കമ്പോസ്റ്റ് പറഞ്ഞു നമ്മൾ. സിമൻറ്റ് നിർമ്മാണം ഇതൊക്കെ എങ്ങനെയാണ്, കോൺക്രീറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കി. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്താണ്? ഇവ ഓരോന്നും ഒന്നിലധികം വസ്തുക്കൾ ചേർന്നല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം മിക്സ്ചർ ആയാലും അതുപോലെ കമ്പോസ്റ്റ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റ് ആയാലും ഒന്നിലധികം വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്നതാണ്. വീട്ടിൽ നാം സാധാരണ തയ്യാറാക്കാറുള്ള 2 വിഭവങ്ങൾ താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ഒന്ന് എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ സാലഡാണ്. സാലഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല വസ്തുക്കൾ, ഇപ്പോൾ തൈര്, പച്ചമുളക്, സവോള, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കാറുണ്ട്. പലരും പല രീതിയിൽ, തക്കാളി, ക്യാരറ്റ്, അങ്ങനെ ഒക്കെ സാലഡ് ഉണ്ടാക്കുന്നവർ ഉണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ മാങ്ങ അച്ചാറിടുന്നതും വിവിധ വസ്തുക്കൾ ചേർത്തിട്ടാണ്. അപ്പോൾ സാലഡിലും മാങ്ങ അച്ചാറിലും സാധാരണയായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഹാരം രുചികരമാക്കാൻ ചേർക്കുന്ന ഓരോ ഘടക പദാർത്ഥങ്ങൾക്കും അവ ചേർക്കേണ്ട അളവിനും പ്രാധാന്യമില്ലേ. അപ്പം നമ്മൾ ഏതെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ കുറച്ചധികം ഉപ്പിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സാധനത്തിൽ കുറച്ചധികം ഉപ്പ് വാരിയിട്ടു, അതുപോലെ കുറച്ചധികം എരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ മുളക് പൊടി വാരിയിട്ട്, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന ആഹാര സാധനങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനൊക്കെ ചില കണക്കുകളും ക്രമങ്ങളുമുണ്ട്. ഇനി നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിൽ രുചികരമായ സാലഡ് തയ്യാറാക്കിയാലോ? സാലഡ് തയ്യാറാക്കാൻ എന്തെല്ലാം ഘടക വസ്തുക്കൾ ആവശ്യമാണ്? ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഉള്ളി, അതുപോലെ തക്കാളി, ഉപ്പ്, തൈര്,
അങ്ങനെ പച്ചമുളക് ഇതൊക്കെ എന്താണ് സലാഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കുട്ടികൾക്ക് തയ്യാറാക്കാനുള്ളതാണ്, നമുക്കത് നോക്കണ്ട. ഇനി ഇവിടെ നോക്കിയേ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല, വിവിധ ആഹാര പദാർത്ഥങ്ങളെല്ലാം പല വസ്തുക്കൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ, സാലഡ്, മാങ്ങ, അച്ചാറുകയിൽ എല്ലാം ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവയെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് പല വസ്തുക്കൾ നമ്മൾ ചേർത്തുണ്ടാക്കുന്ന ഇതിന് പറയുന്ന പേരാണ് മിശ്രിതങ്ങൾ എന്നാണ് ഇവയ്ക്ക് പറയുന്നത്. ഇതുപോലെ ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന ധാരാളം പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവ അന്വേഷിച്ച് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് മിശ്രിതങ്ങളെന്ന് നമുക്ക് നോക്കാം. മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. അപ്പം മിശ്രിതങ്ങൾ എന്താണ്? ഒന്നിലധികം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇനി മിശ്രിതങ്ങൾ ഉണ്ടാക്കാം എങ്ങനെയാ? ശാസ്ത്ര കിറ്റിൽ നിന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ എടുക്കുക ഉപയോഗിച്ച് എത്ര തരം മിശ്രിതങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനാവശ്യമായ സാമഗ്രികൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളം, ഉപ്പ്, പഞ്ചസാര, ചോക്കുപൊടി, നാരങ്ങ, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇരുമ്പ് പൊടി, റവ, പയർ, കടല, നെല്ല്, സുതാര്യമായ പാത്രങ്ങൾ, ചില്ലു ഗ്ലാസ്, ചെറിയ പാത്രങ്ങൾ, സ്പൂണുകൾ ഇവയൊക്കെ നമ്മൾ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അനുയോജ്യമായ പാത്രങ്ങളിൽ വ്യത്യസ്ത മിശ്രിതങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓരോ മിശ്രിതത്തിനും ഉചിതമായ പേരും നൽകുമല്ലോ. ഓരോ ഗ്രൂപ്പും ഉണ്ടാക്കിയ മിശ്രിതങ്ങളുടെ പേരും ഘടകപദാർത്ഥങ്ങളും താഴെ പട്ടികയിൽ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ അത്. ഇനി ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ. അപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേരുന്നത് ഉപ്പ്, വെള്ളം, പഞ്ചസാര, ലായനി ഇതൊക്കെ എന്താണ്? ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേരുന്ന പദാർത്ഥങ്ങളാണ്. ഖരവസ്തുവും അതുപോലെ ഖരവസ്തുവും ചേർന്ന മിശ്രിതങ്ങളുണ്ട്. അതായത് ഇപ്പോൾ റവയും ഉപ്പും രണ്ടും ഖരവസ്തുക്കളാണ്. ഇവ രണ്ടും ചേർന്ന മിശ്രിതങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഖരവസ്തുവും ചേർന്ന മിശ്രിതങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് വെള്ളത്തിൽ ലയിച്ചത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പഞ്ചസാര ലായനിയിൽ ലയിക്കുന്നത്, അതൊക്കെ നമുക്ക് പറയാം. ഇനി മിശ്രിതങ്ങളെക്കുറിച്ച് ഇനിയും ചില അന്വേഷണങ്ങൾ നടത്തിയാലോ. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളുമുണ്ട്. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ചോക്കുപൊടി കലർത്തിയ വെള്ളം. അപ്പം ചോക്കുപൊടി നമ്മൾ വെള്ളത്തിൽ കലർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിലെ മിശ്രിതങ്ങളെ കാണാൻ കഴിയും. അതുപോലെ എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളുമുണ്ട്. അതിനുദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഉപ്പ് ലായനി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാ ഘടക പദാർത്ഥങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പലതരം മിശ്രിതങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയല്ലോ. ഇവയിൽ ഏതെല്ലാം മിശ്രിതങ്ങളിലാണ് ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്? അപ്പം നമുക്കറിയാം, ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള മിശ്രിതങ്ങൾ അപ്പോൾ പഞ്ചസാര, ഉപ്പ് ഇതൊക്കെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ പറയാവുന്നതാണ്. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലായനികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാകുന്നത്. ലായനികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഖര ദ്രാവക ലായനി, ദ്രാവക ലായനിയുണ്ട്, വാതക ദ്രാവക ലായനിയുണ്ട്, വാതക ലായനിയുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഖര ദ്രാവക ലായനി എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി എന്ന് പറയുന്നത് ഒരു ഖര ദ്രാവക ലായനിയാണ്. ഇനി പഞ്ചസാര ലായനി നമുക്ക് പറയാം. പഞ്ചസാര ലായനി ഖര
ഉപ്പ് വെള്ളവും പഞ്ചസാരയും കൂടി ചേർന്നത് പഞ്ചസാരയും വെള്ളവും കൂടി ചേർന്നതാണ് ഖരദ്രാവക ലായനി എന്ന് പറയുന്നത്. അതുപോലെ ഉപ്പും വെള്ളവും കൂടി ചേർന്നത് ഉപ്പ് വെള്ളം, അത് ഖരദ്രാവക ലായനിയാണ്. ഇനി ദ്രാവക ലായനിയുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെയാ. വിനാഗിരി ഒരു ദ്രാവക ലായനിയാണ്. ഇനി വാതക ദ്രാവക ലായനികൾ പറയാം. സോഡാ വെള്ളം എന്ന് പറയുന്നത് വാതക ദ്രാവക ലായനിയാണ്. അതുപോലെ വാതക ലായനി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വാതക ലായനി വായു എന്ന് പറയുമ്പോൾ അത് വാതക ലായനിയാണ്. വാതക ദ്രാവക ലായനിക്ക് ഉദാഹരണമാണ് സോഡാ വെള്ളം. അമോണിയം വാതകം ജലത്തിൽ കലർത്തുന്നത് വാതക ദ്രാവക ലായനിക്ക് ഉദാഹരണം പറയാം. അതുപോലെ ജലത്തിൽ ഓക്സിജൻ കലർത്തുന്നത്, ഉദാഹരണം നമ്മൾ പറയുന്ന ഈ അക്വേറിയം വാട്ടർ ഉണ്ടല്ലോ, അക്വേറിയം വാട്ടർ, അത് ഈ ഒരു വാതക ദ്രാവക ലായനിക്ക് ഉദാഹരണമാണ്. അതായത് ജലത്തിൽ നമ്മൾ ഓക്സിജൻ കലർത്തുന്നു. അപ്പോൾ സോഡാ വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് നമുക്ക് പറയാം. പിന്നീട് നമ്മൾ പറഞ്ഞ അമോണിയം ജലത്തിൽ കലർത്തുന്നത് വാതക ദ്രാവക ലായനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ഇത് ജലത്തിൽ കലർത്തുന്നത്, അതായത് അക്വാട്ടിക് വാട്ടർ, ഇതെല്ലാം വാതക ദ്രാവക ലായനികൾക്ക് ഉദാഹരണമാണ്. ഇനി വാതക ലായനികളുണ്ടല്ലോ, വാതക ലായനിക്ക് ഉദാഹരണമാണ് നമ്മുടെ വായു പറയാം. വായു ഇവിടെ തന്നിട്ടുണ്ട്. വായു വാതക ലായനിക്ക് ഉദാഹരണമാണ്. അതുപോലെ നൈട്രജൻ ഗ്യാസ് നമുക്ക് പറയാൻ പറ്റും, ഓക്സിജൻ പറയാൻ പറ്റും, ആർഗൺ പറയാൻ പറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് വാതകം, ഇതൊക്കെ വാതക ലായനിക്ക് ഉദാഹരണമാണ്. അപ്പോൾ വായു പറയാൻ കഴിയും, നമുക്ക് ഓക്സിജൻ അതാണ് വായു. പിന്നെ ആർഗൺ, നൈട്രജൻ ഗ്യാസ്, ഇതൊക്കെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ നമുക്ക് വാതക ലായനിക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ലായനികളിലെ വൈവിധ്യത്തെക്കുറിച്ചിട്ടാണ്. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുണ്ട്. ഈ ഖരപദാർത്ഥം എന്ത് ചെയ്യുന്നു, മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചു ചേരുന്നുണ്ടാകുന്ന വാതകങ്ങളുമുണ്ട്.
പലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ഇതാ പറഞ്ഞത്? ഒരു ഖരലായനിക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം എന്തൊക്കെയാണ്? പലേഡിയവും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന വാതകം. അപ്പോൾ പലേഡിയം എന്ന ഒരു ഖരവും ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു വാതകവുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്തുണ്ടാകുന്നു? ഒരു ലായനി ഉണ്ടാകുന്നു. ഒരു ഖരവാതക ലായനിയാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. അപ്പോൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ് നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്വർണം, അതുപോലെ പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങളൊക്കെ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ചാണ് ഉണ്ടാകുന്നത്. 916 സ്വർണം എന്നത് കേട്ടിട്ടില്ലേ? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റ് ലോഹങ്ങളും, അതായത് വെള്ളിയും ചെമ്പും ചേർത്തുണ്ടാക്കുന്നു. അതാണ് നമ്മൾ 916 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 916 ബാക്കി 84 ഗ്രാം എന്ത് ചെയ്യുന്നു? സ്വർണവും വെള്ളിയും ചേർത്തിട്ടാണ്, വെള്ളിയും ചെമ്പും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ബാക്കി ഈ 916 ആണ് ഇതിൽ സ്വർണമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്വർണത്തെയാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ് 916 ആ ഒരു സ്വർണം എന്ന് നാം പറയുന്നത് ഈ ചെമ്പും വെള്ളിയും അതുപോലെ സ്വർണവും കൂടി ചേർന്ന ഈ ഒരു സ്വർണത്തെയാണ് പറയുന്നത് 916 എന്ന് പറയുന്നത്. ഇതും ഒരു ഖര ലായനിയാണ്. അപ്പോൾ ഖര ലായനിക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാം 916 സ്വർണ്ണാഭരണങ്ങൾ, അതേപോലെ നമ്മുടെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം പറയാം, പിച്ചള, വെങ്കലം, ഇതൊക്കെ എന്താണ്? ഖര ലായനികൾ ചേർത്തുണ്ടാക്കുന്നതാണ്. വിവിധ തരം മിശ്രിതങ്ങൾ നാം തയ്യാറാക്കി ഒരേ വലിപ്പമുള്ള ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് താഴെ പറയുന്നവ തയ്യാറാക്കി നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേതിൽ നമ്മൾ പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം, പഞ്ചസാര ലായനിയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ഉപ്പ് ലായനി, മൂന്നാമത്തേത് ചോക്കുപൊടി കലർത്തിയ വെള്ളം. അങ്ങനെ ഇങ്ങനെ 3 ടെസ്റ്റ് ട്യൂബ് എടുത്ത് നമ്മൾ ആ ഒരു പരീക്ഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചസാര ലായനിക്കും ഉപ്പ് ലായനിക്കും എന്തെല്ലാം സാമ്യങ്ങളുണ്ട്? ചോക്കുപൊടി കലർന്ന വെള്ളം ഉപ്പ് ലായനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി ചെയ്താലോ. മുമ്പ് തയ്യാറാക്കിയ ആ ഒരു പഞ്ചസാര ലായനി എടുക്കൂ. വലിപ്പമുള്ള മറ്റൊരു ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളമെടുത്ത് പഞ്ചസാര ഇട്ട് ഇളക്കാതെ വയ്ക്കുക. പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളവും പഞ്ചസാര ഇട്ട് ഇളക്കാത്ത വെള്ളവും ഒരു സ്ട്രോ ഉപയോഗിച്ച് ശ്രദ്ധയോടെ ദ്രാവകങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ രുചിച്ചു നോക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയ രുചിയിൽ അനുഭവപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളത്തിൻ്റെ മുകൾ ഭാഗം, വിവിധ ഭാഗത്തെ രുചിയാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യഭാഗം, അടിഭാഗം. അപ്പോൾ ഈ ഓരോ ഭാഗത്തും ഉള്ള പരീക്ഷണം നടത്തിയാലേ നമുക്ക് ആ ഭാഗത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. പഞ്ചസാര ഇട്ട് ഇളക്കി ചേർക്കാത്ത വെള്ളം, ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളത്തിന് മുകൾ ഭാഗത്തായാലും മധ്യഭാഗത്തായാലും അടിഭാഗത്തായാലും ഒരേ രുചിയായിരിക്കും. ഇനി പഞ്ചസാര ഇട്ട് ഇളക്കി ചേർക്കാത്ത വെള്ളമാണെങ്കിലോ അതിൻ്റെ മുകൾ ഭാഗത്തായ രുചി ഉണ്ടാവത്തില്ല, മധ്യഭാഗത്തും അധികം ചെറിയൊരു രുചി ഉണ്ടാവും. ഇനി അടിഭാഗത്തായിരിക്കും പഞ്ചസാരയുടെ കൂടുതൽ രുചി ഉണ്ടാകുന്നത്. നന്നായി ഇളക്കി ചേർത്ത പഞ്ചസാര ലായനിയിൽ എല്ലായിടത്തും മധുരം ഒരുപോലെയാണോ? ഒരുപോലെ ആയിരിക്കും. ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ എടുത്ത ലായനിയുടെ രുചിയോ അത് വിവിധ തരത്തിലായിരിക്കും. രണ്ടിലും ഘടകപദാർത്ഥങ്ങൾ ഒന്നു തന്നെയല്ലേ, എന്നിട്ടും രുചി വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? അപ്പം നമുക്ക് മനസ്സിലാവും അത് അലിഞ്ഞു ചേരാത്തതിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര അലിഞ്ഞു ചേർന്ന ലായനി ഏകാത്മക മിശ്രിതവും പഞ്ചസാര ഇട്ട് ഇളക്കി അലിയിക്കാത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതവുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും എന്ന് പറയണം. അപ്പോൾ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണുള്ളതെങ്കിൽ
അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. അപ്പോൾ ഏകാത്മക മിശ്രിതങ്ങൾ പറഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും, ഏകാത്മകമായിരിക്കും, എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമുള്ള ലായനി, അതിനെയാണ് നമ്മൾ മിശ്രിതം, അതിനെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇനി ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണുള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഭിന്നാത്മക മിശ്രിതങ്ങളെന്നും പറയാം. നിങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്നിവ ഒരേ തരം മിശ്രിതങ്ങളാണോ? എങ്ങനെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ? അത് രണ്ടും ഭിന്നാത്മക മിശ്രിതമാണെന്ന് നമുക്കറിയാം. കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സ്ചർ എന്നിവ ഏകാത്മക മിശ്രിതങ്ങളാണോ ഭിന്നാത്മക മിശ്രിതങ്ങളാണോ? അപ്പോൾ അതെല്ലാം ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. അപ്പോൾ ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം ഏതാണ്? ഏകാത്മക മിശ്രിതവും ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതവുമാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഏകാത്മക മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്, ഭിന്നാത്മക മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം, ഏകാത്മക മിശ്രിതങ്ങൾ പഞ്ചസാര ലായനി വരും, അതുപോലെ ഉപ്പ് ലായനി, ഇതൊക്കെ ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണം നമുക്ക് പറയാം. അതുപോലെ ഭിന്നാത്മക മിശ്രിതം ചോദിച്ചാൽ ചോക്ക് പൊടി ചേർത്ത ലായനി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ്, അതുപോലെ മിക്സ്ചർ, ഇതൊക്കെ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല എന്നതാണ് ഇവിടെ ഒരു കുട്ടിയുടെ ആ ഒരു സംശയം. അപ്പോൾ കുട്ടിയുടെ ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അത് ശരിയാണ്. നിങ്ങളുടെ പ്രതികരണവും അതിനുള്ള വിശദീകരണങ്ങളും ശാസ്ത്ര പുസ്തകത്തെ വിലയിരുത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ എങ്ങനെയെന്നാണ്. മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ. നിങ്ങളുടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു പരിശോധിക്കൂ. വൈവിധ്യമാർന്ന ആഹാര വസ്തുക്കൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ആരോഗ്യകരമായ ജീവിതത്തിന് വൈവിധ്യമാർന്ന മിശ്രിതങ്ങളെ ആഹാരത്തിൽ എത്രമാത്രം നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാം ശ്വസിക്കുന്ന വായു മിശ്രിതമാണെന്ന് നിങ്ങൾ പഠിച്ചുവല്ലോ. അതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മുടെ വായുവിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ വാതകങ്ങളും അവയുടെ അളവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ തന്നിരിക്കുന്നത് നൈട്രജൻ എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട്? 78% നൈട്രജൻ്റെ അളവെന്ന് പറയുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് 0.04% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. ഓക്സിജൻ ആണെങ്കിലോ 21%. മറ്റുള്ളവ എല്ലാം കൂടി 0.96% ഉള്ളത്. ഏതൊക്കെയാണ് വായുവിലെ ഘടകങ്ങൾ? അവയുടെ അളവുകൾ താരതമ്യം ചെയ്യൂ. വായു ഒരു മിശ്രിതമാണെന്ന് മനസ്സിലായല്ലോ. വായുവിലെ ഘടകങ്ങൾ ഇതേ അളവിൽ നിലനിൽക്കേണ്ടതില്ലേ? ശ്വസനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിൻ്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുകയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ലീനത്തിൻ്റെ ഒളിച്ചുകളി എന്നതാണ്. പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ടല്ലോ. അപ്പോൾ പഞ്ചസാര ലായനി എടുത്താൽ നമുക്കറിയാം, അതിൽ ലായനി എന്ന് പറയുന്നത് ജലമാണ്. പഞ്ചസാരയും ജലവും അടങ്ങിയതാണ് പഞ്ചസാര ലായനി. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നപ്പോൾ പഞ്ചസാര നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പഞ്ചസാര കാണാൻ കഴിയാത്തത്? പഞ്ചസാര എവിടെ പോയി? പഞ്ചസാരയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇവിടെ ഒരു പരീക്ഷണമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വലിയ പ്ലാസ്റ്റിക് ഭരണി 1 ലിറ്റർ എടുക്കുക. അതിൽ കരിങ്കൽ കഷണങ്ങൾ, മെറ്റൽ 500 ഗ്രാം, ചെറുപയർ 100 ഗ്രാം, റവ 100 ഗ്രാം, ഇതൊക്കെ ഇട്ട് വയ്ക്കുക. അതുപോലെ പ്രവർത്തനം, പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി ഇറക്കുക. മെറ്റലിൻ്റെ അളവ് മാർക്കർ പേന കൊണ്ട് ഭരണിയുടെ പുറത്ത് അടയാളപ്പെടുത്തണം.
ഇതിലേക്ക് ചെറുപയറിട്ട് ഭരണി ഇളക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെറ്റലിൻ്റെ ഉയരം കൂടിയിട്ടുണ്ടോ? അളവ് പട്ടികയിൽ എഴുതാനുമൊക്കെ. ഇത് കുട്ടികൾക്കുള്ള നിരീക്ഷണമാണ്. ഇനി ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തന്നിട്ടുണ്ട്. ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി അമർത്തിയ ശേഷം ചെറുപയർ ഭരണിയിലിട്ട് കുലുക്കി ഇറക്കിയ ശേഷം, അങ്ങനെ ചെയ്യുമ്പോൾ ഭരണിയിൽ മെറ്റൽ നിൽക്കുന്ന ഉയരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി അമർത്തുമ്പോൾ മെറ്റൽ കുറച്ച് താന്ന് വരും അല്ലേ. ചെറുപയർ ഭരണിയിലിട്ട് കുലുക്കി ഇറക്കിയ ശേഷം ഭരണിയിൽ എന്ത് സംഭവിക്കും? അത് അതുപോലെ നിൽക്കും. റവ ഭരണിയിലിട്ട് നന്നായി കുലുക്കി ഇറക്കിയ ശേഷവും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പട്ടിക വിശകലനം ചെയ്ത് നമ്മൾ ചെറുപയറും റവയും ഇട്ട് കുലുക്കി ഇറക്കിയ ശേഷം ഭരണിക്കുള്ളിലെ മെറ്റലിൻ്റെ ഉയരത്തിൽ മാറ്റം വരുന്നുണ്ടോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ചെറുപയറും റവയും എന്ന് പറയുന്നത് ഈ മെറ്റലിൻ്റെ ഇടയിലൂടെ താഴേക്ക് പോകും. ചെറുപയർ മണികൾ എവിടെയാണ് നിൽക്കുന്നത്, റവയുടെ ചെറുതരികൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് കുട്ടികൾക്കുള്ള പരീക്ഷണങ്ങളുമാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുമ്പോൾ ഇത് തന്നെയാണോ സംഭവിക്കുന്നത്? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയിൽ പഞ്ചസാരയുണ്ട് എന്ന് രുചിച്ച് നോക്കി മനസ്സിലാക്കാമല്ലോ. എന്നാൽ ലായനിയിലെ പഞ്ചസാര തരികൾ എവിടെ പോയി എന്ന് മുകളിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. അപ്പം നമുക്കറിയാം വെള്ളത്തിലേക്ക് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകത്തെക്കുറിച്ചാണ് പറയുന്നത്. പഞ്ചസാര ലായനിയിലെ പഞ്ചസാരയുടെ കണങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യം? പഞ്ചസാര എത്ര ചെറിയ തരികളായി മാറിയാണ് ജലത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പഞ്ചസാരയുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? പഞ്ചസാരയുടെ നിറം, അതുപോലെ അതിൻ്റെ രുചി, അതിൻ്റെ അവസ്ഥ, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്താണ്, അല്പം പഞ്ചസാര എടുത്ത് പൊടിക്കൂ, ഒരു ചെറിയ തരി എടുത്ത് പരിശോധിക്കൂ, മുകളിൽ പറഞ്ഞ സവിശേഷതകളെല്ലാം ഈ തരിക്കുണ്ടോ എന്ന് നോക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ പ്രവർത്തനമൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം. പഞ്ചസാരയുടെ ഗുണങ്ങൾ എല്ലാം നിലനിർത്തുന്ന പഞ്ചസാര തരികളെ വീണ്ടും എത്രമാത്രം ചെറുതാക്കാൻ കഴിയുന്നുവെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? പഞ്ചസാര, ചെറിയ ചുറ്റിക, മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ സ്ലിപ്പ്, ബ്രഷ്, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തനം എന്താണ്? പഞ്ചസാര തരികൾ ഒരു പേപ്പറിലെടുത്ത് ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ ചുറ്റിക കൊണ്ട് പൊടിക്കുക. അതിൽ നിന്നും എടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ തരി എടുത്ത് രുചിച്ചു നോക്കൂ, രുചി എന്താണ്? അപ്പോൾ പഞ്ചസാര തരി എങ്ങനെ പൊടിച്ചാലും അതിൻ്റെ രുചി എന്തായിരിക്കും? മധുരം തന്നെ ആയിരിക്കും. ഈ ചെറുതരികളിൽ ഒരെണ്ണം ബ്രഷ് കൊണ്ടെടുത്ത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. ചെറുതരി വലുതായല്ലേ കാണുന്നത്, ഇത് വീണ്ടും ചെറുതാക്കാം. ഇങ്ങനെ പഞ്ചസാര തരിയെ ഒരു സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്രയും ചെറുതാക്കി, എന്നാൽ പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതുമായി ഏറ്റവും ചെറിയ കണികയാക്കി മാറ്റുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെ ഒരു കണത്തിൻ്റെ സവിശേഷത എന്തായിരിക്കും? ആ കണം പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നു. ഇത്തരം ചെറു കണികകളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ തന്മാത്രകൾ കൊണ്ടാണ്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവയുടെ തന്മാത്രകൾ. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്രയ്ക്ക് ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും. ഇനി ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര എന്താണെന്നും അത് എത്രമാത്രം ചെറുതാണെന്നും മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നേരത്തെ ഒരു പഞ്ചസാര തരി പൊടിച്ചത്, ഒരു പഞ്ചസാര തരി വീണ്ടും പൊടിച്ചത്, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന വളരെ ചെറിയ പഞ്ചസാര പൊടി, മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ കഴിയാത്ത തീരെ ചെറിയ പഞ്ചസാര പൊടി, അതുപോലെ പഞ്ചസാരയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണിക, ഇങ്ങനെ നമ്മൾ പരീക്ഷണം നടത്തിയതാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി എന്താണ് തന്മാത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്.
പഞ്ചസാര ലായനിയിൽ പഞ്ചസാര കാണാൻ കഴിയാതിരിക്കുകയും പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുന്നതിൻ്റെയും രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അതിലടങ്ങിയ പഞ്ചസാര തന്മാത്രകൾ ജലത്തിലുടനീളം വ്യാപിക്കുന്നു. ഈ പഞ്ചസാര ലായനിയാണ് ഒരു ഏകാത്മക മിശ്രിതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ നമ്മൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ എന്താണെന്ന്, തന്മാത്ര എന്താണെന്നും പറഞ്ഞു. ഇനി കണാദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാണ് കണാദനെന്നൊന്ന് പറഞ്ഞു പോകാം. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. അപ്പോൾ കണാദനെ ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മൾ ഓർത്തു വയ്ക്കുക. BC 2-നും 6-നും ഇടയ്ക്ക് ജീവിച്ചിരുന്നതായിട്ടാണ് അനുമാനിക്കുന്നത്. അദ്ദേഹം എന്താണ്, വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാകുന്നതെന്ന് വിശ്വസിച്ച ആളാണ് ആര്? കണാദൻ. സൂക്ഷ്മ കണങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ പേരെന്താണ്? പരമാണു എന്നാണ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് തന്മാത്രകൾ അടുത്തും അകന്നും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതുകൂടി പറഞ്ഞ് നമുക്ക് ആ ഒരു ഭാഗം നിർത്താം. അപ്പോൾ തന്മാത്രകൾ അടുത്തും അകന്നും. തന്മാത്രകൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകളെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാലോ നമുക്ക് ചുറ്റും കാണുന്ന ഖരപദാർത്ഥങ്ങളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നറിയാൻ താഴെ കൊടുത്ത ചിത്രീകരണം പരിശോധിക്കൂ. ഓരോ അവസ്ഥയിലും തന്മാത്രകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്യാം. ഇപ്പോൾ ഖരപദാർത്ഥങ്ങളിൽ ഇത് കണ്ടോ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ഖരപദാർത്ഥം എന്ന് പറയുന്നത് ഇതുപോലെ അടുക്കി വെച്ചതുപോലെ നമുക്ക് കാണപ്പെടും. ഇനി ദ്രാവകമാണെങ്കിലോ അതിൻ്റെ തന്മാത്രകളൊക്കെ കുറച്ചുകൂടി അകലമുണ്ടായിരിക്കും. ഇനി അതൊരു വാതകമാണെങ്കിലോ അതിന് കുറെ കൂടി അകലമുണ്ടായിരിക്കും. ഇനി നോക്കാം, ഒരു പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? അപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത് ഏത് സമയത്തിലാണ്? ഖരപദാർത്ഥത്തിലാണ്. ഒരു ഖരമായിരിക്കുമ്പോഴാണ്. ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? അത് വാതകാവസ്ഥയിലാണ്. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാവും? ഖരപദാർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതിന് നിശ്ചിത ആകൃതി ഉണ്ടാകും. ഇനി വാതകം, ദ്രാവകം ഇവയ്ക്ക് എന്തില്ല? നിശ്ചിത ആകൃതി ഇല്ല. ഒരു പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിലും അവിടെ തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ? ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല എന്തുകൊണ്ട്? തന്മാത്രകളുടെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം തന്മാത്രകളുടെ ക്രമീകരണത്തിൻ്റെ രീതിയിൽ വിശദീകരിക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് ഇവിടെ ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആറ്റങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഈ തന്മാത്രകളുടെ കാര്യങ്ങളൊക്കെ കുറേ കൂടി ഏറെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.